പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീര ധീര സൂരൻ സിനിമ കണ്ടു കഴിഞ്ഞു. ചിയാൻ വിക്രം നായകനായി, തുഷാര വിജയൻ നായികയായിട്ട് വരുന്ന സിനിമ സംവിധാനം ചെയ്തത് SU അരുൺകുമാർ ആണ്. ഇദ്ദേഹം തമിഴ്നാട്ടിൽ 3 സിനിമകളാണ് ഇതിനു മുൻപായിട്ട് ഡയറക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ പന്നയാരും പത്മിനിയും എന്ന് പറയുന്ന വിജയ് സേതുപതി നായകനായിട്ടുള്ള സിനിമയായിരുന്നു ഇദ്ദേഹത്തിന്റെ തുടക്കം. വളരെ നല്ല സിനിമയാണ്, ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ നേടിയിട്ടുള്ള, കണ്ടിരിക്കാൻ കൊള്ളാവുന്ന മികച്ച എക്സ്പീരിയൻസ് തരുന്ന സിനിമയായിരുന്നു പന്നയാരും പത്മിനിയും. അതിനുശേഷം ഡയറക്ട് ചെയ്ത സിനിമയായിരുന്നു സേതുപതി, അതിലും വിജയ് സേതുപതി ആയിരുന്നു നായകൻ. അതിനുശേഷം മൂന്നാമതായി ചെയ്തിട്ടുള്ള ചിത്ത എന്ന് പറയുന്ന 2023 പുറത്തിറങ്ങിയ സിനിമയിലൂടെയാണ് SU അരുൺകുമാർ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നതും നിരൂപക പ്രശംസ ആ സിനിമ കരസ്ഥമാക്കുന്നതൊക്കെ. അപ്പൊ ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് നമ്മൾ ഇദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അറിയുന്നത് ചിത്ത എന്ന് പറയുന്ന സിദ്ധാർത്ഥ മേനോൻ നമ്മുടെ അഞ്ജലി നായർ അഭിനയിച്ച ആ ഒരു മൂവിയിലൂടെയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ള വീര ധീര സൂരൻ മൂവി ഇദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മൂവിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് സെക്കൻഡ് പാർട്ടാണ് ആദ്യം റിലീസ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഫസ്റ്റ് പാർട്ട് ആയിട്ടുള്ള മല്ലികക്കടൈ, അത് കുറച്ച് കഴിഞ്ഞാലേ റിലീസ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്കത് വളരെ റയർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സെക്കൻഡ് പാർട്ട് ഒക്കെ റിലീസ് ചെയ്തിട്ട് ഫസ്റ്റ് പാർട്ടിലേക്ക് പോകുന്നത്. അപ്പം ഇതിനകത്ത് ഏറ്റവും അധികം പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം ചിയാൻ വിക്രം എന്ന് പറയുന്ന നായകൻ, നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് അധികം ഇഷ്ടമുള്ള, നമ്മൾ ഏറ്റവും അധികം ആഘോഷിച്ച് നടന്മാരിൽ പെടുന്ന ഒരാൾ കൂടിയാണ് ചിയാൻ വിക്രം. അപ്പൊ നമ്മൾ 90s കിഡ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടിക്കാലത്തെ ഏറ്റവും അധികം മനോഹരമാക്കി കൊണ്ട് നടന്നിട്ടുള്ള ഒരു നടനാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകൾ, തമിഴ് സിനിമകളൊക്കെ നമ്മൾ ഹൃദയത്തിലേറ്റിയിട്ടുണ്ട്. സോ ആ ഒരു ചിയാൻ വിക്രമിനെ കുറെ കാലമായിട്ട് നമുക്ക് പഴയ ആ ഒരു എനർജി ലെവലിൽ തിരിച്ചു കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം, ഇതിനകത്തുള്ള കാളി എന്ന് പറയുന്ന ക്യാരക്ടർ നാടൻ ക്യാരക്ടറാണ്, പക്ഷെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് പണ്ടത്തെ നമ്മുടെ ചിയാൻ വിക്രമിനെയൊക്കെ തിരിച്ചു കിട്ടുന്ന ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ആ കാളി എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് ചെയ്യാൻ വരുന്ന സമയത്തൊക്കെ വളരെ, ഞാൻ പറഞ്ഞില്ലേ, സ്റ്റൈലിഷ് ആവുന്നതിനോടൊപ്പം തന്നെ ഈ പുള്ളിക്കാരൻ മുണ്ട കൊടുത്തു വരും. അപ്പൊ ഈ മുണ്ടൊക്കെ കുടഞ്ഞിട്ടൊക്കെ ഉള്ള ഒരു തരം സംഭവമൊക്കെ പുള്ളിക്കാരൻ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കാണുന്ന സമയത്തൊക്കെ ഇൻട്രോസിലാണെങ്കിൽ പോലും മുണ്ടൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്ന സംഭവമൊക്കെ കാണിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സിനിമയുടെ കഥയിലേക്ക് മെയിൻ ആയിട്ട് വരുന്ന സമയത്ത് കാളി എന്ന് പറയുന്ന നായകൻ, കാളിയുടെ ഭാര്യയായിട്ടുള്ള വാണി, രണ്ടുപേരും ഒരു പലചരക്ക് കടയിൽ വർക്ക് ചെയ്യാണ്. ഒരു നാട്ടിൻ പുറത്തു ഒരു കുഗ്രാമത്തിൽ ജീവിക്കുകയാണ്. കുടുംബമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്ന കാളിക്ക് ഒരു പാസ്റ്റ് ഉണ്ട്. ആ പാസ്റ്റ് എന്താണെന്ന് നമുക്കറിയില്ല. അതൊക്കെ ഈ സിനിമയുടെ ആദ്യ ഭാഗം, ഇനി റിലീസ് ആവാൻ പോകുന്ന മല്ലികക്കടയ്ക്ക് അകത്തായിരിക്കും കൃത്യമായിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പൊ എന്തൊക്കെയോ കാരണത്താൽ കാളി എന്ത് ചെയ്യുന്നു, പഴയ വെട്ടും കുത്തും കൊലപാതകമൊക്കെ നിർത്തിയിട്ട് ആ ഒരു ഗുണ്ടാ ജീവിതം ഒക്കെ മാറ്റിവെച്ചിട്ട് ഭാര്യയായിട്ടുള്ള വാണിയുടെ കൂടെ ഒരു ഉൾനാട്ടിൽ കുറച്ച് കഷ്ടപ്പാടും ദാരിദ്ര്യമൊക്കെ ആയിട്ട് ജീവിക്കുകയാണ്. ഇയാൾക്ക് 2 മക്കളുണ്ട്, അതുപോലെ തന്നെ അമ്മയുണ്ട്. നല്ല സന്തോഷകരമായി ജീവിക്കുന്ന കാളിക്ക് ഒരു ഘട്ടത്തിൽ രവി എന്ന് പറയുന്ന ഇയാളുടെ പഴയ ബോസ് എന്ന് പറയാം, ഇയാൾ വളരെ ബഹുമാനിക്കുന്ന രവി എന്ന് പറയുന്ന ഒരു നേതാവ്, അപ്പൊ ആ ഒരു ഗുണ്ട നേതാവിന്റെ കൂടെ ഇയാൾക്ക് വീണ്ടും സഹകരിക്കേണ്ട ആവശ്യം വരികയാണ്. രവി എന്ത് ചെയ്യുന്നു, കാളിയെ തേടി വരുന്നു, കാളിയോട് സഹായം അഭ്യർത്ഥിക്കുന്നു. തന്റെ മകനായിട്ടുള്ള കണ്ണനെ ഒരു വലിയ പ്രശ്നത്തിൽ നിന്നും രക്ഷിക്കണമെന്ന് പറയുന്നു. അങ്ങനെ കാളിക്ക് ഒട്ടും താല്പര്യമില്ല, പക്ഷെ താല്പര്യമില്ലാതിരുന്നിട്ട് കൂടിയും എന്തൊക്കെയോ കാരണത്താൽ കാളി എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന കണ്ണനെ സംരക്ഷിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ്. ഇതാണ് ഈ സിനിമ കാണിക്കുന്നത്. എന്താണ് രവിയും കാളിയും അതുപോലെ ഈ കണ്ണനും, അതുപോലെ ഇതിനകത്ത് കാണിക്കാത്ത മറ്റൊരു ക്യാരക്ടറുണ്ട്, ദിലീപ് എന്ന് പറയുന്ന ക്യാരക്ടർ, ഇവരൊക്കെ തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്ന സിനിമ ഒരു കൃത്യതയും നമുക്ക് തരുന്നില്ല. ചിലപ്പോൾ അതൊക്കെ ഇതിന്റെ ഇനി അടുത്തിറങ്ങാൻ പോകുന്ന മല്ലികക്കടയ്ക്കകത്തായിരിക്കും ഇവരുടെ ആ ഒരു ബന്ധം കാര്യങ്ങളും ഫ്ലാഷ് ബാക്ക് ഒക്കെ കാണിക്കാൻ പോകുന്നത്. ഏതായാലും ഇവർക്ക് വേണ്ടിയിട്ടാണ് കാളി എന്ത് ചെയ്യുന്നത്, വലിയൊരു ദൗത്യം ഏറ്റെടുക്കുന്നത്, കണ്ണനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഒട്ടും താല്പര്യമില്ലാത്ത കാളി എന്ത് ചെയ്യുന്നു, ഒരു രാത്രി ഇറങ്ങി പുറപ്പെടുന്നു. ഈ പഴയ പോലെ കത്തിയും തോക്കൊക്കെ എടുക്കേണ്ട അവസ്ഥ വരുവാണ് കാളിക്ക്. ഇതിനകത്തുള്ള ഏറ്റവും രസകരമായ കാര്യം, ഇതെല്ലാം ഒരൊറ്റ രാത്രിയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. പിറ്റേ ദിവസം പകലാകുമ്പോഴേക്കും ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുന്നു. കഥ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെയാണ്, അതേ സംഭവങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നതും. അപ്പൊ ഇതിനകത്ത് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നമായി തോന്നിയിട്ടുള്ള കാര്യം, ചിയാൻ വിക്രം ഇത്രയൊക്കെ സ്റ്റൈലിഷ് ആയിട്ട് ഇതിനകത്ത് വരുമ്പോൾ പോലും ചെറിയൊരു പ്ലോട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്തൊക്കെയോ ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് അതിനെ കുറിച്ചൊന്നും ഒരു അറിവില്ല. അതൊക്കെ നെക്സ്റ്റ് പാർട്ടിലായിരിക്കും ഇനി കാണിക്കാൻ പോകുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും വളരെ ചെറിയൊരു പ്ലോട്ട് വെച്ചിട്ട് ഇവർ മാക്സിമം വലിച്ചു നീട്ടിയാണ് കഥ കൊണ്ടുപോയിട്ടുള്ളത്. ചുരുങ്ങിയ സമയം കൊണ്ട് അവസാനിപ്പിക്കാവുന്ന കാര്യങ്ങളായിരുന്നു, പക്ഷെ വലിച്ചു നീട്ടി സിനിമ മുമ്പോട്ട് കൊണ്ടുപോകും തോറും അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ട്. അതാണ് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിന്റെ കഥ നോക്കുകയാണെങ്കിൽ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന കഥയായതുകൊണ്ട് നമുക്ക് കഥാപരമായിട്ട് കൂടുതലൊന്നും സമർത്ഥിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കഥാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും പറയാൻ കഴിയില്ല. കാരണം ഇതിന്റെ അടുത്ത ഫസ്റ്റ് പാർട്ട് വരാൻ പോകുന്നത് കൊണ്ട് ഇവിടെ
മിസ്സിംഗ് ആയിട്ട് കിടക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഫില്ല് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. അപ്പൊ കഥാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ മാറ്റിവെക്കാം. ഇതിനകത്ത് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടാണ് കണ്ണൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ ചെയ്തിട്ടുള്ളത്. സുരാജ് വെഞ്ഞാറമൂടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇദ്ദേഹം കുറച്ചു കാലങ്ങളായിട്ട് എല്ലാ സിനിമകൾക്കകത്തും ഒരേ സ്റ്റൈലിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിനയത്തിന്റെ കാര്യത്തിൽ ഒരു പാറ്റേൺ പിന്തുടർന്ന് വരുന്നുണ്ട്. അതിൽ കുറച്ചെങ്കിലും മാറ്റം വന്നിട്ടുള്ളത് ഇപ്പൊ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന എക്സ്ട്രാ ഡീസന്റ് എന്ന് പറയുന്ന മൂവിക്കകത്ത് മാത്രമാണ്. അതൊരു പക്ഷേ ആ ഒരു മേക്ക് ഓവർ കാര്യങ്ങളൊക്കെ വന്നത് കൊണ്ടായിരിക്കും, അതിൽ കുറച്ച് വ്യത്യസ്തതയൊക്കെ കൊണ്ടുവന്നത് കാരണമായിരിക്കാം ആ ഒരു അഭിനയത്തിൽ നമുക്ക് വ്യത്യസ്തത ഫീൽ ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ സിനിമകളിലും എത്ര നല്ല ക്യാരക്ടർ കൊടുത്താലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും പുള്ളിയുടെ ഫേസിൽ എന്താണ് വരാൻ പോകുന്നത്. ഇതല്ലേ കഴിഞ്ഞ സിനിമയിലും കണ്ട അതേ എക്സ്പ്രഷൻ സംഭവങ്ങളല്ലേ എന്നുള്ള ഫീലൊക്കെ വരുന്നുണ്ട്. സാധാരണ നടന്മാരൊക്കെ അങ്ങനെ എന്ത് ചെയ്യും, ഓരോ സിനിമകൾ കഴിയും തോറും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കൊണ്ടുവരാൻ ട്രൈ ചെയ്യും. സുരാജിന്റെ കയ്യിലെ ഒരുവിധം എല്ലാ സ്റ്റെഫും കഴിഞ്ഞ അവസ്ഥയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു പുള്ളി തമിഴിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകം നോട്ട് ചെയ്യണം, നമ്മുടെ മലയാള നടന്മാരൊക്കെ തമിഴിലേക്ക് പോകുന്ന സമയത്ത് അവിടെ പോയിട്ട് ഞെട്ടിക്കുന്ന അഭിനയം കാഴ്ചവെക്കാറാണ് പതിവ്. പക്ഷെ സുരാജ് വെഞ്ഞാറമൂട് അവിടെ പോയിട്ടും ഇവിടെ സുരാജ് എന്തൊക്കെ കാണിക്കുന്നോ അതേ അഭിനയം തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അതായത് മാക്സിമം പുള്ളി അത് എഫേർട്ട് എടുത്ത് അഭിനയിച്ചിട്ടുണ്ട്. അഭിനയത്തിൽ ഒട്ടും കുറവ് വന്നിട്ടില്ല. പക്ഷെ കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കരമായിട്ട് ഒരു പുതുമ തരാത്തൊരു അവസ്ഥ ഉണ്ടായിരിക്കുമല്ലോ. അതായത് കണ്ട് കണ്ട് മടുപ്പിക്കുന്ന അതേ അഭിനയം, ആവർത്തന വിരസത ഉണ്ടായിരിക്കും അഭിനയത്തില്. ആ ഒരു സംഭവമാണ് സുരാജിന്റെ അഭിനയത്തിൽ അവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ സുരാജ് കിട്ടിയ ഒരു അവസരത്തെ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് കൈകാര്യം ചെയ്തില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരൻ അവിടെ പോയിട്ട് ഇപ്പൊ ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പുള്ളിക്കാരൻ അവിടെ പോയിട്ട് ഗംഭീരമായിട്ട് സ്കോർ ചെയ്യണേ ഈ ഡയലോഗ്സ് തമാശകളൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇന്റർവ്യൂസിലൊക്കെ സ്കോർ ചെയ്യുന്നെങ്കിലും അഭിനയത്തിലേക്ക് വരുമ്പോൾ പുള്ളി മാക്സിമം എടുത്ത് കാണിച്ചിട്ടും വ്യത്യസ്തത വരുന്നില്ല എന്നുള്ളതാണ് അതിനകത്തൊരു പ്രശ്നമായിട്ട് തോന്നിയത്. പിന്നെ തുഷാര വിജയന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് തുഷാര. ഒരു തരത്തിലും നമുക്ക് അവരെ ഒരിടത്ത് പോലും മോശമായിട്ടൊന്നും പറയാൻ കഴിയില്ല. ഏത് കഥാപാത്രം കൊടുത്തു കഴിഞ്ഞാലും പുള്ളിക്കാരി ഗംഭീരമായിട്ട് പെർഫോം ചെയ്തെടുക്കും. ഞെട്ടിക്കുന്ന എത്രയോ സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പെർഫോമൻസ് തന്നെയാണ്, അതുപോലെ തന്നെയാണ് ഇതിനകത്തും പുള്ളിക്കാർ ചെയ്തിട്ടുള്ളത്. കാളിയുടെ ഭാര്യയായിട്ടുള്ള വാണി എന്ന് പറയുന്ന ക്യാരക്ടർ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലാഷ് ബാക്കിനകത്താണെങ്കിലും നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരനുഭവിക്കുന്ന ഒരു ഫിയർ എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് ഭയങ്കര രസമായിട്ട് തുഷാർ ചെയ്തിട്ടുണ്ട്. ഈ വാണിയുടെ ആ ഒരു ഫിയർ കാര്യങ്ങൾക്ക് അനുസരിച്ച് കുടുംബം, അവരുടെ ഭർത്താവോ മക്കളോ ആ ഒരു പേടിയില്ലേ, ആ പേടിയുടെ ബാക്കിയായിട്ടാണ് വിക്രം ചെയ്യുന്നതിനകത്ത് നായകനായിട്ടുള്ള കാളിയുടെ ഫേസിലുള്ള ഭാവങ്ങളും കാണാൻ പറ്റുക. അയാളുടെ കുടുംബം എന്ന് പറയുന്നതും വാണി എന്ന് പറയുന്ന ആ സംഭവങ്ങളൊക്കെ അത്രയും പ്രിയപ്പെട്ടതാണെന്ന് വിക്രമിന്റെ ഫേസിൽ ആ ഒരു നിസ്സഹായത സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നായകൻ എത്രത്തോളം ശക്തമായിട്ട് അഭിനയിക്കുന്നോ അത്രത്തോളം തന്നെ ശക്തമായിട്ടാണ് തുഷാര വിജയനും ഈ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ മലയാളത്തിൽ നിന്ന് നമ്മുടെ മാല പാർവതി ഈ സിനിമയ്ക്കകത്ത് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഈ പുള്ളിക്കാരിയുടെ പെർഫോമൻസും ഈ പറഞ്ഞ പോലെ പുള്ളിക്കാരി മാക്സിമം ചെയ്യെങ്കിലും എല്ലാ സിനിമയിലും ഒരേ രീതി തന്നെ, ഒരു മാറ്റവും ഇല്ല. അപ്പം അത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും ഉണ്ടാവുമല്ലോ ഈ ആവർത്തന വിരസത വരുമ്പോൾ ഒരു പ്രശ്നം വരുമല്ലോ. ഈ സുരാജിന്റെ കൂട്ട് തന്നെയാണ് മാലപാർവതിയുടെയും കാര്യം. പുള്ളിക്കാരി അവിടെയും പോയിട്ട് ഇവിടെ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതിലൊന്നും എനിക്കൊരു പുതുമ തോന്നിയിട്ടില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് എസ് സൂര്യ ചെയ്തിട്ടുള്ള അരുൺ ഗിരി എന്ന് പറയുന്ന SP ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ഇതിനു മുൻപ് പുള്ളിക്കാരൻ പോലീസ് ഉദ്യോഗസ്ഥനായിട്ട്, അഴിമതിക്കാരനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനായി വന്ന സിനിമയായിരുന്നു മാനാട്. അതിനുശേഷമാണ് മറ്റൊരു അഴിമതിക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥനായി ഒരു സിനിമയിൽ ചെയ്യുന്നത്. അപ്പൊ ഈ സിനിമയ്ക്കകത്ത് പുള്ളിയുടെ പെർഫോമൻസിലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് സൂര്യക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. പുള്ളിക്കാരന് നമുക്കറിയാം, പുള്ളിക്കാരൻ ചെയ്യുന്ന പെർഫോമൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാം അങ്ങ് അഴിഞ്ഞാടുന്ന അവസ്ഥയാണ്. അങ്ങ് അഭിനയിച്ച് തകർക്കും. കിട്ടുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ അങ്ങനെ തന്നെയാണ്, നമ്മൾ ഞെട്ടിക്കുന്ന രീതിക്ക് പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് ചെയ്തിരിക്കും. പക്ഷെ ഇതിനകത്ത് ആ ക്യാരക്ടർ, പുള്ളിക്കാരൻ ചെയ്ത ക്യാരക്ടറിനും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ഇച്ചിരി ചതിയനായിട്ടുള്ള ക്യാരക്ടറാണ്, പുള്ളിയെ കുടിച്ച് വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളൂ. അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് പുള്ളിക്കാരന് കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ല. ഈ മൂവിക്കകത്തും പുള്ളിക്കാരന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ആ കിട്ടിയ ക്യാരക്ടർ ഒരു മിതത്തിൽ ചെയ്തു പോയിട്ടുണ്ടെന്നുള്ളൂ. ആ അഭിനയത്തിൽ പോലും സൂര്യയുടെ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്ന സാധനം നമുക്ക് കാണാൻ പറ്റില്ല, നമുക്കത് കിട്ടത്തില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്, ഇതിനകത്തൊരു സീൻ വരുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിലുള്ള ഒരു സീനാണ്. ചിയാൻ വിക്രമാണ് ആ സീനിൽ വരുന്നത്, അതുപോലെ സൂര്യ വരുന്നുണ്ട്. രണ്ടുപേരും ആ സമയത്തുള്ള പെർഫോമൻസ് ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. ചിയാൻ വിക്രം ചെയ്യുന്ന കാളി എന്ന് പറയുന്ന ക്യാരക്ടർ ഗണ്ണൊക്കെ എടുത്തിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്തുള്ള നമ്മുടെ സൂര്യയുടെ റിയാക്ഷൻ ഷോട്ടുകൾ ഉണ്ട്, ഗംഭീരമായ സാധനമാണ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത കാര്യങ്ങളായിരുന്നു. ഇനി ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് തേരി ഈശ്വർ. DOP ഇദ്ദേഹമാണ്. സിനിമാറ്റോഗ്രാഫർ ആയിട്ടുള്ള പുള്ളീന്റെ വർക്കൊക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. പേരൻപ്, കർണൻ, അതുപോലെ മാമന്നൻ,
അതേപോലെ മലയാളത്തിലാണെങ്കിൽ പുഴു, നൻപകൽ മയക്കുന്നേരത്ത് പോലുള്ള സിനിമകൾക്കൊക്കെ GOP ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ പുള്ളിയുടെ ഒരു വർക്കിന്റെ ക്വാളിറ്റി എന്താന്ന് ഇത്തരം മൂവീസ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്തും ആ ഒരു ക്വാളിറ്റി നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അതുപോലെ GV പ്രകാശാണ് സിനിമയ്ക്ക് സംഗീതം കൊടുത്തിട്ടുള്ളത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് സംഗീതം എന്ന് പറയുന്നത്. സിനിമയ്ക്ക് ഒരു ഫ്ലോ കിട്ടുന്നതിന്റെ ഒരു പ്രധാന കാരണം സംഗീതമാണ്. പലപ്പോഴും നമുക്ക് തോന്നും സംഗീതത്തിനനുസരിച്ചാണ് സിനിമ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഫീൽ വരെയൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ ടെക്നിക്കലി നോക്കുവാണെങ്കിൽ നല്ല ക്വാളിറ്റി വർക്കൊക്കെയാണ്. പിന്നെ നമ്മുടെ മലയാള സിനിമയായിട്ടുള്ളത് എമ്പുരാൻ എന്ന് പറയുന്ന മൂവിയുടെ കൂടിയായിരുന്നു ഈ മൂവി ഇറക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചില പ്രശ്നങ്ങൾ കാരണം OTT-യുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം മൂവിയുടെ ഫസ്റ്റ് ഷോ ടൈം മാറ്റിവെച്ചു. എന്നാലും എനിക്ക് തോന്നുന്നു എമ്പുരാൻ സിനിമേനേക്കാളും കുറെ കൂടി കാണാൻ ബെറ്റർ ആണ് ഈ മൂവി. അതിനേക്കാൾ കുറച്ചും കൂടി സുഖമായിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. കുറച്ചും കൂടി സ്ക്രിപ്റ്റിനൊക്കെ ഒരു കാമ്പും കഴമ്പും ഉണ്ടെന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ടോട്ടലി നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയേക്കാൾ കുറച്ചും കൂടി നല്ല സിനിമയാണ് ഈ പറയുന്ന വീര ധീര സൂരൻ എന്ന് പറയുന്ന സിനിമ. എമ്പുരാനുമായിട്ട് കമ്പയർ ചെയ്യാൻ കാരണം ഒരേ ദിവസം റിലീസ് ആയതുകൊണ്ട് മാത്രമല്ല, എമ്പുരാൻ സിനിമയ്ക്ക് അവർ കൊടുത്ത ഹൈപ്പ് പോലെ തന്നെ ഇവരും അത്യാവശ്യം ഹൈപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മലയാളത്തിലും തമിഴ്നാട്ടിലും പിന്നെ അന്യഭാഷകളിലൊക്കെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവരും അത്യാവശ്യം പ്രതീക്ഷയോട് കൂടി നിൽക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് നോക്കുന്ന സമയത്തും എമ്പുരാൻ സിനിമ പോലെ ഒരു കഴമ്പില്ലാത്ത സ്ക്രിപ്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ല. ടെക്നിക്കലി ആണെങ്കിലും അടിപൊളിയാണ്. അതേപോലെ തന്നെ സ്ക്രിപ്റ്റ് ആണെങ്കിൽ കുറച്ച് ലാഗ് ചെയ്യുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളിൽ ക്ലാരിറ്റി ഇല്ലെങ്കിലും അത് സെക്കൻഡ് പാർട്ടിൽ അതിന്റെ ഫസ്റ്റ് പാർട്ട് ആയിട്ടുള്ള മല്ലികക്കഴയിൽ വരും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും എമ്പുരാനേക്കാളും കുറച്ചുകൂടി മികച്ച രീതിക്കാണ് ഈ സിനിമ എടുത്തെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. തമിഴ്നാട്ടിലെ എമ്പുരാനായിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. അതായത് അത്രത്തോളം പ്രേക്ഷകരുടെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയെ തെറ്റിക്കാത്ത രീതിക്ക് തന്നെ പുറത്തു വന്നിട്ടുള്ള ഒരു മൂവി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്.